ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം പറയാണ്. വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടിരുന്നു. ഇന്നലെയാണ് ഇട്ടത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാത്തിൻ്റെയും വെളിപ്പെടുത്തൽ മറ നീക്കി കാണിക്കുക, തുറന്ന് കാണിക്കുക, ശാസ്ത്രീയമായിട്ട് തെളിയിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ തെളിവുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിൽ ധാരാളം ആളുകൾ അത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ക്ലാസ്. രണ്ടാം ഭാഗമാണ് അതിൽ തന്നെ. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നൊരു വാർത്ത നമ്മൾ കേട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനത്തെ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് സഖറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. അതാണ് വചനം. ജനതകളുടെ കുതിരകൾ. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇപ്പോൾ നിൽക്കുന്നു. മറ്റുള്ള ലോകത്തിലെ രാഷ്ട്രങ്ങളെല്ലാം മറുസൈഡ് നിൽക്കുന്നു. അതിൽ റഷ്യയും ചൈനയും പാകിസ്ഥാനും ഒക്കെ അങ്ങനെ കുറേ രാഷ്ട്രമുണ്ട് ഇസ്രായേലിനെതിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാരതം, അതായത് നമ്മുടെ ഇന്ത്യ വിചാരിച്ചാലും സൂര്യനെയോ ചന്ദ്രനെയോ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കും എന്ന് അതിൻ്റെ ഒരു തെളിവ് സഹിതം ശാസ്ത്രീയമായിട്ട് അവർ തെളിയിച്ച് ഒരു ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. അത് ഇപ്രകാരമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോഴാണ് ഓരോ വെളിപ്പെടുത്തലിൻ്റെയും നിഗൂഢ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്രകാരമാണ് വെളിപാട് ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. അവിടെ ഇപ്രകാരം വന്നു: അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രം വിചാരിച്ചാലും സൂര്യനെയോ ചന്ദ്രനെയോ നശിപ്പിക്കുന്നതിനും ലോകത്തെ അവസാനിപ്പിക്കും. സൂര്യൻ്റെ പ്രകാശമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഭൂമി ഉണ്ടാവുകയില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യ വിചാരിച്ചാലും ഒരു ഹൈപ്പർസോണിക് മിസൈലിൽ അണുബോംബ് വെച്ച് മേലേക്ക് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലും സഞ്ചരിക്കുമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണെങ്കിൽ സൂര്യനിലേക്ക് വിടാം, ചന്ദ്രനിലേക്ക് വിടാം, ഭൂമിയിലേക്ക് വിടാം. എങ്ങനെ വിട്ടാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം ഇന്ത്യ വിചാരിച്ചാലും നടക്കും, ലോകത്തെ അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മറ നീക്കി സത്യമായിട്ട് കാണണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞ സാധനത്തെ കാണണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് എത്ര കിലോമീറ്റർ പോകണം. ഒന്നെങ്കിൽ അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ റഷ്യയിൽ പോകണം. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഓഗസ്റ്റ് 15 കാലഘട്ടത്തിലുള്ള സമയം, സ്വാതന്ത്ര്യ സന്തോഷമൊക്കെ നമ്മൾ പങ്കുവെക്കുന്ന സമയത്ത്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് ഡൽഹി പോയാലും നമുക്ക് ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ കാണാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ അത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഈ വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് അതിൻ്റെ വെളിപ്പെടുത്തി നമുക്ക് നോക്കാം. അത് വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ ഇന്നലെ 1-ാമത്തെ തിരുവചനം വായിച്ചിരുന്നു. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിനെ പറ്റിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിലാണ് അതിൻ്റെ ഒരു സംഭവം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദിയും അന്ത്യവുമാണ്. ആ വചനം പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരനെ ഞാൻ ഇതെല്ലാം ഉദാഹരണ സഹിതം വന്നത്. അപ്പോൾ ആദി എന്ന് പറയുന്ന ആദ്യം, ഭൂമിയുടെ തുടക്കം, പ്രപഞ്ചത്തിൻ്റെ തുടക്കം, അത് ഇങ്ങോട്ട് വന്ന് ഈ 6000 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അത് അന്ത്യത്തിലേക്ക് അടുക്കുന്നു. അപ്പം ആദ്യത്തെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ ഉള്ള അന്ത്യകാലഘട്ടവും കൂടെ ഈ ഹൈപ്പർസോണിക് മിസൈൽ പോലുള്ള സാധനങ്ങൾ ഓരോ രാഷ്ട്രങ്ങളും കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നുള്ള വെളിപ്പെടുത്തലാണ് ഇതിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനെപ്പറ്റി സഹോദരങ്ങളെ, ഇന്ത്യ വിചാരിച്ചാലും ലോകം അവസാനിക്കാൻ സാധിക്കും. ഇന്ത്യ വിചാരിച്ചാൽ സൂര്യനെ നശിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യ വിചാരിച്ചാലും ചന്ദ്രനെ നശിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യ വിചാരിച്ചാലും ഭൂമിയെ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ള സത്യം നാം തിരിച്ചു. ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. ഇതൊരു വലിയ നിഗൂഢ. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ സത്യത്തെ അന്വേഷിച്ച് അതിൻ്റെ വെളിപ്പെടുത്തൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അന്ത്യം അടുത്തു. ആദ്യത്തെ അവസ്ഥയിലേക്ക് ലോകം തിരിച്ചു പോകും.
അന്ത്യം അടുത്തു എന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു അന്ത്യത്തിൻ്റെ അടുത്തെത്തിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് പറയുകയാണ്, അതിനുള്ള ശാസ്ത്രീയ വസ്തു നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് ഇവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, ഇതാ ഞാൻ ആദിയും അന്തവുമാണ്, അന്ത്യവുമാണ് എന്ന് കർത്താവ് പറയുന്നു. അതിനപ്പുറം സഹോദരങ്ങളെ, ഇത്തരം വെളിപ്പെടുത്തലുകൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിഗൂഢമായി ഒളിഞ്ഞു കിടക്കുന്ന വെളിപ്പെടുത്തലുകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ ശക്തമായിട്ട് ഒരുങ്ങാം. അതിനാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമുക്ക് ആഴപ്പെടാം. അടുത്ത ദിവസം നമുക്കിതിൻ്റെ 2-ാം അധ്യായത്തിൽ പ്രവേശിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മോട് പ്രത്യേകമായിട്ട് കർത്താവ് സംസാരിക്കുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം. അതിനെ പ്രാർത്ഥിക്കാം. ആമേൻ.